ഹായ് ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം. പത്തരമാറ്റിൻ്റെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ വയറൊക്കെ ഇളകി ഒരു രക്ഷയില്ലാണ്ട് നമ്മുടെ വേണുവും അനാമികയും രേവതിയും കൂടി അങ്ങനെ കഷ്ടപ്പെട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഈ സമയത്താണെങ്കിലോ എൻ്റെ അച്ഛൻ എന്ത് വിഷമാണ് കൊണ്ടുവന്ന് തന്നത്, എൻ്റെ പൊന്നോ ഒരു രക്ഷയില്ല, വയറുവാണെങ്കിൽ ഭയങ്കരമായിട്ട് വേദനിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് അനാമിക ഇങ്ങനെ പറഞ്ഞതും എൻ്റെ പൊന്നു മോളെ ഇവിടെ പുറത്ത് എവിടെയോ ഒരു ബാത്റൂം ഉണ്ടായിരുന്നല്ലോ, അതെവിടെയാണെന്നും ചോദിച്ചുകൊണ്ട് അച്ഛനും അമ്മയും കൂടി പുറത്തേക്ക് ഓടുകയാണ്. ഈ സമയത്താണെങ്കിലും നമ്മുടെ മുത്തശ്ശിയും കൂടി നയനയുടെ കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നയന മോൾ ഈ വീടിന് വേണ്ടിയിട്ട് എത്രമാത്രമാണോ കഷ്ടപ്പാടുകൾ സഹിക്കുന്നത്, ആ ദേവയാനിയുടെ ആട്ടും തുപ്പും ഒക്കെ സഹിച്ച് ആ മോൾ ഇവിടെ നിൽക്കുന്നത് നമ്മളോടൊക്കെയുള്ള സ്നേഹം കൊണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞ് രണ്ടാളും അവൾക്ക് അതിന് തക്കമായിട്ടുള്ള ഒരു കാര്യവും നമ്മളാരും ചെയ്തു കൊടുത്തിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിരിക്കുക. അങ്ങോട്ടേക്ക് ജയനും അതുപോലെ തന്നെ അജയനും കൂടി വന്നു. രണ്ടുപേരും വന്നിട്ട് മാലയൊക്കെ ഇട്ടുകൊണ്ടാണല്ലോ വരുന്നത്. അതുകൊണ്ട് തന്നെ അച്ഛൻ്റെയും അമ്മയുടെയും അനുഗ്രഹമൊക്കെ വാങ്ങിച്ചിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുമ്പം നമ്മുടെ മുത്തശ്ശൻ പറഞ്ഞു, എൻ്റെ പൊന്നു മോനെ ആദർശ് എവിടെ? ആദർശ് മലക്ക് പോകാൻ മാല ഇട്ടിട്ട് എനിക്കൊരു ഫോട്ടോ മാത്രമേ ഇട്ട് തന്നുള്ളൂ. സാധാരണ അവൻ അങ്ങനെയൊന്നും അല്ലല്ലോ, അവന് വലിയ സന്തോഷമൊന്നും ഇല്ലല്ലോടാ. നിൻ്റെ ഭാര്യ എന്താ ഇങ്ങനെ വിവരമില്ലായ്മയൊക്കെ കാണിക്കുന്നതെന്ന് പറയുക. ഇത് കേട്ടൊന്നും നമ്മുടെ ജയം പറഞ്ഞു, എൻ്റെ അച്ഛൻ ഞാൻ എന്ത് ചെയ്യാനാ, അവളോട് എന്തൊക്കെ പറഞ്ഞാലും ഒരു രക്ഷയില്ല. ഇന്ന് തന്നെ അവൾക്ക് കീഴ്ക്കാവിൽ വെച്ചിട്ട് തലചുറ്റലൊക്കെ ഉണ്ടായി. അവളോട് പറയാവുന്നതിൻ്റെ മാക്സിമം ഞാൻ പറഞ്ഞു നോക്കി, അവളാണെങ്കിൽ ഒരു രീതിയിലും അടുക്കുന്നേ ഇല്ല. അങ്ങനെ ഇവരിതൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുക. ഈ സമയത്താണെങ്കിലോ നമ്മളെ കാണിക്കുന്നത് ക്ഷേത്രത്തിൽ പോയി മടങ്ങി വരുന്ന ദേവയാനിയെയും ജാനകിയുമാണ്. രണ്ടാളും കൂടി ഇങ്ങ് നടന്നു വരുന്ന സമയത്ത് അനാമികയാണെങ്കിൽ ആ സെറ്റിയിൽ അങ്ങനെ ഇരിക്കുക. അവിടെ അടുത്ത് വന്നിട്ട് ദേവയാനി ക്ഷേത്രത്തിൽ നിന്ന് കൊണ്ടുവന്ന പ്രസാദം തൊടിയിച്ചു കൊടുത്തു. അതിനുശേഷം വല്യമ്മ വല്ല അറിയുന്നുണ്ടോ, ആ നവ്യാണ് പായസത്തിൽ എന്തൊക്കെയോ കൃത്രിമം കാണിച്ച് എനിക്കൊക്കെ എൻ്റെ അച്ഛനക്ക് ഇങ്ങനെയുള്ളൊരു പണി വെച്ച് തന്നത്. എന്നാൽ ഇപ്പം തന്നെ ചോദിച്ചിട്ട് കാര്യമൊന്നും പറഞ്ഞ് ദേവയാനി ഒരു ബഹളത്തിനിങ്ങ് ഇറങ്ങുകയാണ്. അങ്ങനെ നേരെ വന്ന് നമ്മുടെ നവ്യയുടെ അടുത്ത് വന്നിട്ട് നവ്യയോട് ചോദിച്ചു, ഡി സത്യം പറയും, നീ നിൻ്റെ അനുജത്തെയും കൂടിയല്ലേ പായസത്തിൽ മായം കലക്കിയത്? എന്തൊക്കെയാ അമ്മ ഈ പറയുന്നത്? ഞങ്ങൾ അങ്ങനെയുള്ള ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇവളുടെ അച്ഛനും അമ്മയും ഒക്കെ ചുമ്മാ പറഞ്ഞുണ്ടാക്കുന്നതാണെന്ന് നവ്യ പറഞ്ഞുകൊണ്ട് നിൽക്കുക. അപ്പോൾ ജാനകിയാണെങ്കിലോ, എടി ഇതേ അന്തസ്സുള്ള കുടുംബത്തിൽ ജനിച്ച പെൺപിള്ളേരാ, അല്ലാതെ നിന്നെയും നിൻ്റെ അനുജത്തെയും പോലെ എവിടെയെങ്കിലും ജനിച്ചിട്ട് ഇങ്ങോട്ട് വലിഞ്ഞു കയറി വന്നതൊന്നും അല്ല. എൻ്റെ മോള് കള്ളത്തരമൊന്നും പറയുന്ന മോളല്ല. എനിക്ക് ഏറ്റവും വലിയ ഭാഗ്യമാണ് ഈ അനാമിക മോൾ എൻ്റെ മരുമോളായിട്ട് വന്നത്. അതുകൊണ്ട് നീനക്കൊക്കെ അസൂയല്ലേടി, ആ കുഞ്ഞിനെയും അതിൻ്റെ വീട്ടുകാരെയും തകർക്കാൻ വേണ്ടിയിട്ടല്ലേ നീയൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ദേവയാനിയും അതുപോലെ തന്നെ ജാനകിയും കൂടി ഒച്ചപ്പാടും ബഹളമൊക്കെ വയ്ക്കുക. ഇതൊക്കെ കേട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് ജയനും വന്നു. പുള്ളിക്കാരൻ വന്നിട്ടാണെങ്കിലും, എൻ്റെ പൊന്നു ദൈവമേ, ഇവിടെ ഇങ്ങനെ എല്ലാ ദിവസവും വഴക്കാണല്ലോ. ഞങ്ങൾ മലയ്ക്ക് പോകാൻ മാലയിട്ട സമയത്തെങ്കിലും നിങ്ങൾക്കൊക്കെ ഒന്ന് ഒതുങ്ങിക്കൂടെ? ഇനി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ദേവയാനി, ഈ പ്രശ്നം ഇവിടെ തീർന്നു, ഇപ്പം ഇവിടുന്ന് പോയിക്കോണമെന്ന് പറയുക. ദേവയാനിയും അതുപോലെ ജാനകിയും അനാമികയും ഒക്കെ രൂക്ഷമായിട്ട് നമ്മുടെ നവ്യയെ നോക്കിയിട്ട് അവിടെ നിന്ന് അങ്ങ് പോവുക. ഈ സമയമാണെങ്കിലോ നമ്മളെ കാണിക്കുന്നത് ആദർശ് ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയം നമ്മുടെ നയൻ ആദർശിനെ വിളിക്കുക. എന്താ ആദർശേട്ടാ ഇത്? അമ്പലത്തിൽ പോയിട്ട് വലിയ സന്തോഷമൊന്നും ഇല്ലായിരുന്നല്ലോ. ആദർശേട്ടൻ എന്താ തനിച്ചു മാലയിട്ടത്? അച്ഛൻ്റെയും ചെറിയച്ഛൻ്റെയും കൂടെ അല്ലേ മാല ഇടേണ്ടിയിരുന്നത്? എടോ എനിക്ക് തീരെയും താല്പര്യം ഇല്ലായിരുന്നു. എന്ത് ചെയ്യാനാ, അമ്മ ഇതെന്നെ അടിച്ചേൽപ്പിച്ചതാ. സത്യത്തിൽ പറഞ്ഞാൽ ഞാൻ എല്ലാ തവണയും മലയ്ക്ക് പോകാനായിട്ട് നല്ല വ്രതമൊക്കെ എടുക്കുന്നതായിരുന്നു. പക്ഷേ ഇത്തവണ അമ്മ എന്നെ ചതിച്ചതാണെന്ന് എനിക്ക് മനസ്സിലായി. അതിൻ്റെയൊക്കെ ഒരു പ്രാക്കുണ്ടെന്ന് തോന്നുന്നു. അമ്മയ്ക്ക് ഇന്ന് അമ്പലത്തിൽ വെച്ച് ചെറിയൊരു തലചുറ്റലൊക്കെ ഉണ്ടായെന്ന് പറയുക. പിന്നീട് നമ്മുടെ കനകയും അതുപോലെ തന്നെ കനകയുടെ കെട്ടിയോനെയൊക്കെ കാണിക്കുക കേട്ടോ. അപ്പം നമ്മുടെ നന്ദൂട്ടൻ വന്നിട്ട് പറഞ്ഞു, അച്ഛാ അമ്മ വരുന്നുണ്ടല്ലോ. അമ്മയുടെ മുഖത്ത് എന്താ അച്ഛാ ഒരു സങ്കടം പോലെ? എന്താണോ കനകെ, തനിക്ക് എന്ത് പറ്റിയിടോ എന്ന് ചോദിച്ച് കെട്ടിയോനടുത്തേക്ക് ചെല്ലുമ്പം കനക പറഞ്ഞു, അതെ ഇന്ന് ഞാൻ അമ്പലത്തിൽ പോയ സമയത്ത് അവിടെ കാണാൻ പറ്റാത്ത കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടു. എന്താണോ അത് നമ്മുടെ ആദർശ് മോൻ അവൻ നയനിയായിട്ട് ഹണിമൂൺ ട്രിപ്പ് പോയിരിക്കുക എന്നല്ലേ നമ്മൾ വിചാരിച്ചത്. പക്ഷേ അങ്ങനെയൊന്നും അല്ലെന്നേ നടന്നത്. അവൻ മലയ്ക്ക് പോകാൻ വേണ്ടിയിട്ട്, അത് 41 ദിവസത്തെ വ്രതവും എടുത്തിട്ട് മലയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് ആ ദേവയാനി ഒരു വഴിപാട് നേർന്നിരിക്കുക. മണ്ഡലകാലമല്ലേ, ഇനിയിപ്പോൾ നമുക്കൊന്നും എതിർത്തും പറയാൻ പറ്റില്ല. എൻ്റെ മോൾക്ക് വിഷമമായി കാണുമെന്നേ. എന്താ ചെയ്യേണ്ടത്? ഒരു കാര്യം ഞാനും തീരുമാനിച്ചിട്ടുണ്ട്.
ഇനി 41 ദിവസത്തെ വ്രതം ഞാനും എടുക്കുന്നുണ്ട്. ആദർശമോൻ്റെ അമ്മയുടെ മനസ്സ് മാറാൻ വേണ്ടിയിട്ടാന്ന് കനക പറഞ്ഞു. പിന്നീടാണെങ്കിൽ നമ്മുടെ നയന് റൂമൊക്കെ ക്ലീൻ ചെയ്ത് അവിടെ ഇങ്ങനെ ബെഡ്ഷീറ്റൊക്കെ വിരിക്കുകയാണ്. ഈ സമയം അങ്ങോട്ടേക്ക് ദേവയാനി വന്നിട്ട് തുടങ്ങി പുള്ളിക്കാരുടെ ഇടപാടുകൾ. അതെ, ഇന്ന് വൈകുന്നേരം നീ മറ്റൊരു റൂമിലായിരിക്കണം കിടക്കേണ്ടുന്നത്. പിന്നെ അവൻ വ്രതം എടുത്ത് നിൽക്കുകയാണ്. അവൻ്റെ വ്രതം മുടക്കാനുള്ള കാര്യങ്ങളൊക്കെ നിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും. അതുകൊണ്ട് അതൊന്നും ആവർത്തിക്കരുത്. ഇതൊക്കെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങ് വന്നത്. അമ്മ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് വളരെ വ്യക്തമായി തന്നെ അറിയാം. അമ്മ ഇതൊന്നും എനിക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഞാൻ ഏത് റൂമിൽ കിടക്കണം, എവിടെ കിടക്കണ്ട എന്നൊക്കെ തീരുമാനിക്കുന്നത് ഞാൻ തന്നെയാണ്. അങ്ങനെ ഇവള് പറഞ്ഞ് അവിടുന്ന് പോയ സമയമാണെങ്കിൽ നയന് നേരെ കിച്ചണിലേക്ക് പോവാം. മലയ്ക്ക് പോകാനായിട്ട് മാലയിട്ട ആൾക്കാർക്ക് രാത്രി കഞ്ഞിയും അസ്ത്രമൊക്കെ ഉണ്ടാക്കണം. അപ്പം ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരി കിച്ചണിൽ നിന്ന് അസ്ത്രം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അങ്ങോട്ടേക്ക് ജാനകിയും അതുപോലെ തന്നെ രേവതിയും കൂടി വരിക. എന്താടി, എന്ത് വിഷമാണ് നീ കലക്കിക്കൊണ്ടിരിക്കുന്നത്? ചെറിയമ്മ, ഞാനൊരു വിഷവും ആർക്കും ഇതുവരെ കലക്കി കൊടുത്തിട്ടില്ല. പിന്നെ ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ അത് ഞാൻ ആത്മാർത്ഥമായിട്ട് തന്നെ ഇതുവരെ ഉണ്ടാക്കിയതും. പിന്നെ നിങ്ങൾക്ക് ആർക്കും അതിൽ വിശ്വാസം ഇല്ലെങ്കിൽ നിങ്ങൾ തനിയെ പാചകം ചെയ്ത് കഴിച്ചോ. നൈസായിട്ട് നമ്മുടെ നയന പറഞ്ഞതും രേവതിയാണെങ്കിൽ ഇവളെന്താ ഉണ്ടാക്കുന്നതെന്ന് നോക്കി അവിടെ പറ്റിപ്പോയി നിൽക്കുക. അപ്പോഴത്തേക്കിനും അസ്ത്രമാണല്ലോ, ആരുടെ നെഞ്ചത്തേക്കുള്ള അസ്ത്രമാണെന്ന് ദൈവം തമ്പുരാൻ അറിയാം. എനിക്ക് നിങ്ങളോട് ആരോടും തർക്കിക്കാനൊന്നും ഒരു നേരവും ഇല്ല. ഞാൻ ഇത് ഉണ്ടാക്കിയിട്ട് വേണം അവർക്ക് ഭക്ഷണം കൊടുക്കാനായിട്ട്. അവരൊക്കെ വിശന്നിരിക്കുകയായിരിക്കും. അതുകൊണ്ട് ആൻറ്റി അതുപോലെ തന്നെ ജാനകി ചെറിയമ്മയൊക്കെ അങ്ങ് ചെന്നേ എന്നും പറഞ്ഞ് നയനെ വീണ്ടും തിരിഞ്ഞു നിന്ന് അവൾ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയമാണെങ്കിലോ നമ്മുടെ ജാനകി ഇവൾക്കുള്ളത് ദൈവം കൊടുക്കും. എന്തായാലും ഇവൾ എൻ്റെ അനാമിക മോളുടെ വയറിനും അതുപോലെ രേവതി നിങ്ങൾക്കും ഒക്കെ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇവൾ എന്തൊക്കെയോ ചില കൃത്രിമ പരിപാടികൾ ഭക്ഷണത്തിൽ ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞത് ദേവയാനി പിടിക്കുമെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ